നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നാഗ്പൂരിൽ പ്രധാന സേവകന്റെ ചരിത്ര സന്ദർശനം. RSS ആസ്ഥാനത്ത് മോദി. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രത്തെ സേവിക്കാൻ സ്വയം സേവകർക്ക് ഊർജം പകരുന്ന ഇടമെന്ന് പ്രധാനമന്ത്രി. ദീക്ഷാഭൂമിയിലും പ്രണാമമർപ്പിച്ച് മോദി. ഭാരത സംസ്കാരം ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് സംഘമെന്ന് പ്രധാനമന്ത്രി. സ്വയം സേവകരുടെ ലക്ഷ്യം സേവനം മാത്രം. ആരോഗ്യ ഭാരതത്തിനായി മോദി സർക്കാർ. വയോജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുക സർക്കാർ നയമെന്ന് പ്രധാനമന്ത്രി. നാഗ്പൂരിൽ മാധവ് നേത്രാലയത്തിന് പുതിയ കെട്ടിടം. ഇന്ന് വർഷപ്രതിപദ, ഹൈന്ദവ വർഷാരംഭം. RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ജന്മദിനവും ഇന്ന്. കേശവസ്മരണയിൽ രാജ്യം. എംപുരാനിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ. സത്യം വളച്ചൊടിച്ച സിനിമ പരാജയപ്പെടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. റീസെൻസർ ചെയ്ത എംപുരാൻ ഉടൻ പ്രദർശനത്തിന്. ജനം ബിഗ് ഇംപാക്ട്. എല്ലാവർക്കും വിഷു ആശംസകൾ. മലയാളത്തിൽ വിഷു ആശംസകൾ നേർന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ദിവ്യാംഗരായ കായിക താരങ്ങൾക്ക് മോദിയുടെ പ്രശംസ. സ്റ്റാർട്ടപ്പുകളെയും ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെയും പരാമർശിച്ച് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് KCBC. ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് MP-മാർ വോട്ട് ചെയ്യണം. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി വേണമെന്നും KCBC.യുടെ നിലപാട് സ്വാഗതം ചെയ്ത് BJP. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലെ ആൾമാറാട്ടത്തിൽ അന്വേഷണം കടുപ്പിച്ച് പോലീസ്. വിദ്യാർത്ഥിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കും. അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹത. പോലീസിന് വീഴ്ച പറ്റിയെന്ന് മേഘയുടെ പിതാവ്. സുഹൃത്ത് സുകാന്ത് ഒളിവിൽ. മേഘയുടെ കുടുംബത്തെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തുടർ ചലനഭീതിയിൽ മ്യാൻമർ. പ്രഭവിച്ചത് 334 ആണവ ബോംബുകൾക്ക് തുല്യമായ ശക്തിയെന്ന് ജിയോളജിസ്റ്റുകൾ. മരണസംഖ്യ 5000 കടക്കുമെന്ന ആശങ്ക. ഓപ്പറേഷൻ ബ്രഹ്മ തുടർന്ന് ഭാരതം. നരേന്ദ്രമോദി നാഗ്പൂരിൽ. നാഗ്പൂരിൽ ചരിത്ര സന്ദർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ആസ്ഥാനം സന്ദർശിച്ച മോദി ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. RSS ആസ്ഥാനത്തെത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വർഷപ്രതിപദ ദിനത്തിൽ നാഗ്പൂരിലെത്താൻ കഴിഞ്ഞത് ഏറെ സവിശേഷകരമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമാർഗം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിലും മോദി സന്ദർശനം നടത്തി. മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്തി. RSS 100 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം,
വിശദാംശങ്ങൾ. രോഹിണി, നാഗ്പൂരിലെ പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. അദ്ദേഹം വേദിയിൽ നിന്നും ഇറങ്ങി. ഇനിയും ഛത്തീസ്ഗഡിൽ അദ്ദേഹത്തിന് ബിലാസ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൊതുപരിപാടികളുണ്ട്. അങ്ങനെ നാഗ്പൂരിൽ നിന്നും അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് അദ്ദേഹം യാത്രയാകും. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയും ഒപ്പം കഴിഞ്ഞ 100 വർഷക്കാലം സംഘം എത്രത്തോളം സ്വാധീനമാണ് ഭാരതത്തിൻ്റെ സമൂഹത്തിനിടയിൽ ചെലുത്തിയത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം സംഘത്തെപ്പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സംഘടനയാണ് RSS എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നത്. സേവനം തന്നെ ആയിരിക്കണം പ്രാർത്ഥനയാകേണ്ടത്. സേവന സന്നദ്ധതയാണ് സ്വയം സേവകർക്ക് എല്ലാ കാലത്തും മാർഗനിർദ്ദേശകമാകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. നിരന്തരമായി മുന്നേറാനുള്ള പ്രചോദനവും അതോടൊപ്പം തന്നെ ഏത് മേഖലയിലേക്ക് കടന്നു ചെല്ലാനും സംഘത്തിന് കഴിയുന്നത് ഈ സേവന മനോഭാവം കൊണ്ടാണ് എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അദ്ദേഹം രാവിലെ സംഘത്തിൻ്റെ കാര്യാലയത്തിലെത്തി ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. വർഷപ്രതിപദാ ദിനം എന്നത് ഡോക്ടർ ജിയുടെ ജന്മദിനം എന്ന നിലയ്ക്ക് കൂടിയാണ് സംഘം ആചരിക്കുന്നത്. അതിനാൽ ഇത്രയും സവിശേഷമായ ദിനത്തിൽ സംഘകാര്യാലയത്തിൽ എത്താൻ കഴിഞ്ഞത് അങ്ങേയറ്റം അഭിമാനകരവും ആഹ്ലാദകരവുമാണ് എന്നാണ് കാര്യാലയത്തിലെ രജിസ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത്. അങ്ങനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ റേഷൻ ബാഗിലെ കാര്യാലയത്തിൽ 20 മിനിറ്റ് ചെലവഴിച്ച ശേഷമാണ് പിന്നീട് അദ്ദേഹം BR അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള ദീക്ഷാ കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ പിന്നീട് മാധവ നേത്രാലയ ആശുപത്രിയുടെ ശിലാന്യാസ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചത്. ഒപ്പം മറ്റ് വിവിധ വിഷയങ്ങൾ കൂടി പ്രധാനമന്ത്രി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഒന്ന്, അടുത്ത കാലത്ത് നടന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ്. ഭാരതത്തിലെ യുവാക്കൾ കുംഭമേളയെ ഏറ്റെടുത്തു. അവർ സനാതന ധർമ്മത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാവുകയാണ്. അതിനാൽ വർഷങ്ങളോളം ഈ ഭാരതത്തിൻ്റെ സംസ്കൃതി മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. ഒപ്പം ആരോഗ്യ മേഖലയിലും മറ്റ് സമസ്ത മേഖലയിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരന് വേണ്ടി ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ നടപ്പാക്കി. ജൻ ജീവൻ മിഷൻ പോലുള്ള പദ്ധതികളിലൂടെ ഈ സാധാരണക്കാർക്ക് ചെറിയ ചെലവിൽ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിച്ചു നൽകാൻ സാധിച്ചു. അതോടൊപ്പം ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെയുള്ള പദ്ധതികളും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളും രാജ്യത്തെ യുവാക്കൾ ഏറ്റെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒപ്പം വസുദേവക കുടുംബം എന്ന ആശയമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കോവിഡ് കാലത്ത് ലോകത്തിന് മുഴുവൻ മനസ്സിലാകുന്നതായിരുന്നു. കാരണം കോവിഡിൻ്റെ സമയത്ത് ആവശ്യ മരുന്നുകളും അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളും ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് എത്തിക്കുവാൻ ഭാരതം തയ്യാറായിരുന്നു. ഭൂകമ്പം പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുമ്പോൾ അവിടേക്ക് നമ്മൾ വിമാനമാർഗത്തിലും അല്ലാതെയുമൊക്കെ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കാണാനും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനും ഭാരതത്തിന് എല്ലാ കാലത്തും സാധിക്കും. വസുദേവക കുടുംബം എന്ന ആശയം ഇപ്പോഴത്തെ സർക്കാർ കൃത്യമായി നടപ്പാക്കുന്നു എന്ന സന്ദേശവും അദ്ദേഹം ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ സദസ്സിനെ ഓർമ്മപ്പെടുത്തി. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിയും ഒരേ വേദിയിൽ ഉണ്ടായിരുന്നു. രാവിലെ സംഘകാര്യാലയത്തിൽ എത്തുമ്പോഴും പ്രധാനമന്ത്രിക്കൊപ്പം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും അതോടൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തുടങ്ങിയവരുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നാഗ്പൂരിലെ പൊതുപരിപാടികൾ അദ്ദേഹം പൂർത്തിയാക്കി തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങുകയാണ്. അവിടെ ബിലാസ്പൂരിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സ്വയം സേവകരുടെ സേവന മനോഭാവത്തെ എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധവ് നേത്രാലയയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കുംഭമേളയിൽ നിരവധി സ്വയം സേവകർ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സേവനം നൽകി. സേവനമെന്ന ലക്ഷ്യത്തോടെയാണ് സ്വയം സേവകരുടെ പ്രവർത്തനമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നാനാത്വത്തിലെ ഏകത്വത്തിന്റെ പ്രതീകമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ സംസ്ഥാനങ്ങളിൽ പരമ്പരാഗത പുതുവർഷ ആഘോഷങ്ങൾ നടക്കുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒന്നായി നിന്നാൽ ഒരു കൊടുങ്കാറ്റിനും നമ്മെ തോൽപ്പിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പാരാ സ്പോർട്സ് രാജ്യത്ത് വലിയ ഖ്യാതി നേടുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
പാരാസ്പോർട്സ് പഞ്ചഗുസ്തിയിൽ മെഡലുകൾ നേടിയ അഭിമാനമായ ജോബി മാത്യു കത്തെഴുതിയ കാര്യവും പ്രധാനമന്ത്രി പരാമർശിച്ചു. बार के खेलो इंडिया पैरा गेम्स में गोल्ड मेडल जीतने वाले आर्म रेसलर जॉबी मैथ्यू ने मुझे चिट्ठी लिखी है. मैं उनके पत्र के कुछ हिस्से को पढ़कर सुनाना चाहता हूं. उन्होंने लिखा है, मेडल जीतना बहुत खास होता है, लेकिन हमारा संघर्ष सिर्फ पोडियम पर खड़े होने तक सीमित नहीं है. हम हर रोज एक लड़ाई लड़ते हैं. जीवन कई तरीके से हमारी परीक्षा लेता है. बहुत कम लोग हमारे संघर्ष को समझ पाते हैं. इसके बावजूद हम साहस के साथ आगे बढ़ते हैं. हम अपने सपनों को पूरा करने में जुटते हैं. हमें ये विश्वास रहता है कि हम किसी से कम नहीं हैं. वाह, जॉबी मैथ्यू, आपने कमाल लिखा है, अद्भुत लिखा है. इस पत्र के लिए मैं आपका आभार व्यक्त करता हूं. मैं जॉबी मैथ्यू और हमारे सभी दिव्यांग साथियों से कहना चाहता हूं कि आपके प्रयास हमारे लिए बहुत बड़ी प्रेरणा है. മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിക്കും. ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, പറയൂ. രോഹിണി, തീർച്ചയായും ഇന്ന് നടക്കുന്നത് സോളാർ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫാക്ടറി സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി. അതിന്റെ പരീക്ഷണശാല സന്ദർശിക്കുകയാണ്. പരീക്ഷണശാലയിൽ അദ്ദേഹത്തിന് സുപ്രധാനമായ ദൗത്യം നിർവഹിക്കാനുള്ളത് 1250 മീറ്ററോളം നീളമുള്ള ഒരു ഡ്രോൺ പരീക്ഷണത്തിനായുള്ള ഒരു എയർ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു റൺവേ എന്ന് പറയാവുന്ന ഒരു സംവിധാനത്തിന്റെ ഉദ്ഘാടനമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഡ്രോൺ യുദ്ധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൈ സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ നിലവിലെ 500 മീറ്റർ റേഞ്ചിൽ ആളില്ലാ വിമാനങ്ങൾ പറത്തി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി നമ്മൾ പ്രവർത്തനക്ഷമമാണ്. അതുപോലെ തന്നെ 15 കിലോമീറ്റർ റേഞ്ചുള്ള നാഗാസ്ത്ര 1 എന്ന് പറയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇത് ഈ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ യുദ്ധത്തിനായി അല്ലെങ്കിൽ ഒരു മിസൈലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി, ഗൈഡഡ് മിസൈൽ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവിന്റെ 20,000-1 ചെലവ് മാത്രമായിരിക്കും ഇതേ ടാർഗറ്റ് ലക്ഷ്യം വെച്ചുള്ള യുദ്ധ നീക്കത്തിനെ സാധ്യമാക്കേണ്ട ചിലവ് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള വിഷയം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള വിഷയം. ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് യുദ്ധസജ്ജമായി വാർഹെഡ് ചുമക്കുന്ന അല്ലെങ്കിൽ ഫോർമുല വഹിക്കുന്ന സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ തയ്യാറാക്കുന്നതിന്റെ ഗവേഷണങ്ങൾ നടക്കുന്ന സംവിധാനമാണ് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലെ 1250.5 മീറ്റർ നീളമുള്ള ഒരു റൺവേയുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും സുപ്രധാനമായ കർത്തവ്യം. നമുക്കറിയാവുന്നതാണ്, പ്രതിരോധ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ശക്തമായ വിദേശ സംരംഭകരുടെ വിദേശ നിക്ഷേപങ്ങളും എല്ലാം തന്നെ വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന്റെ ഭാഗമായി വന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. വേൾഡ് ഇക്കണോമിക് ഫോറം, ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ധാരണയെല്ലാം തന്നെ ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ പരീക്ഷണം നടത്താൻ ആവശ്യമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു എയർ സ്ട്രിപ്പിന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി സോളാർ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്യുക. രോഹിണി. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വർഷപ്രതിപദ. വിക്രമ സംവത്സരമനുസരിച്ചും ശകവർഷമനുസരിച്ചും ഭാരതീയന്റെ പുതുവർഷം തുടങ്ങുന്ന ദിനമാണ് ഇന്ന്. 136 വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഷപ്രതിപദ ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ജനിക്കുന്നത്. സേവകനായി ഞാൻ മോക്ഷമെന്തു വേറെ. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് 1925 ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത്.
ഭാരതത്തിന്റെ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ഡോക്ടർ ജിയുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. ചെറുപ്പകാലത്ത് തന്നെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം നാഗ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു. ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗങ്ങളെ തുടർന്ന് 1921 ഒരു വർഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഠിന ശിക്ഷ അനുഭവിച്ചു. സംഘസ്ഥാപനത്തിന് ശേഷവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ആയിരത്തി 1930 നിയമലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വനസത്യാഗ്രഹം നടത്തി അദ്ദേഹം വീണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചാലും ഭാരതം വീണ്ടും അടിമത്വത്തിലകപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ആ ക്രാന്തദർശി 1925 സെപ്റ്റംബർ 27 നാഗ്പൂരിലെ മോഹിദേവാഡയിലെ മൈതാനത്ത് ആദ്യ ശാഖയ്ക്ക് തുടക്കമിട്ടു. കേവലം കൗമാരക്കാരായ വിരലിലെണ്ണാവുന്ന ബാലന്മാരെ വച്ചു തുടങ്ങിയ ആ സംഘടനയുടെ ഇന്നത്തെ സ്ഥിതി ഡോക്ടർ ജിയുടെ ദീർഘവീക്ഷണത്തെ തുറന്നു കാട്ടുന്നുണ്ട്. തൻ്റെ അഭാവത്തിലും യാതൊരു പരുക്കുമേൽക്കാതെ മുന്നോട്ടു പോകുന്ന വിധത്തിൽ കുറ്റമറ്റതായി സംഘത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ അദ്ദേഹത്തിനായി. കാലത്തിനൊത്തു പൊരുത്തപ്പെട്ട് വളരാനും പടർന്നു പന്തലിക്കാനും കഴിയുന്ന ഒരു ചെടിയെയാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ മണ്ണിൽ ഉറപ്പിച്ചത്. ആയിരത്തി 1940 ജൂൺ 21 ലോകത്തോട് വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്നവരുടെ ഹൃദയങ്ങളിൽ അനന്തമായ ആവേശത്തിന്റെ പ്രേരണാ സ്രോതസ്സായി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ഇന്നും ജീവിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജനം. മഹാരാഷ്ട്ര സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിച്ചു. ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, രാഷ്ട്രത്തിൻ്റെ ഡിഫൻസ് മേഖലയെ, പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണോ? സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് അമ്യൂണിഷൻ ഫെസിലിറ്റി സന്ദർശിച്ച പ്രധാനമന്ത്രി ആളില്ലാ യുദ്ധവിമാനങ്ങളുടെ പരീക്ഷണത്തിനായി നിർമ്മിച്ച പ്രത്യേക എയർ സ്ട്രിപ്പാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ഏറെ സുപ്രധാനമായ ഒരു പ്രതിരോധ രംഗത്തെ ഗവേഷണത്തിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിലൂടെ നടന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു സ്വകാര്യ സംരംഭമായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ ഈ പരീക്ഷണ സംവിധാനം, അതായത് 1250 മീറ്ററോളം നീളമുള്ള ഒരു റൺവേയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചത്. നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ വിവിധങ്ങളായ ആധുനിക ഉപകരണങ്ങൾ, അതായത് ഡ്രോൺ വാർഫെയർ എന്ന് തന്നെ യുദ്ധതന്ത്രങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളുടെ ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത, അതിന്റെ പരീക്ഷണ സംവിധാനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലെവലിൽ പ്രവർത്തിക്കുന്ന, അതായത് ഏതാണ്ട് ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിലെല്ലാം തന്നെ പറക്കുന്ന ഡ്രോണുകളും അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടക്കുന്ന ഒരു യുദ്ധമുറയുടെ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടി, അതായത്
ഒരിടത്തു നിന്നും ഒരു ഡ്രോൺ ഉയർന്നു പൊങ്ങി കൃത്യമായ ലക്ഷ്യത്തിലെത്തി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന ആ സംവിധാനങ്ങൾ ഒരുങ്ങുന്നതിനുള്ള ഒരു ഗവേഷണത്തിന്റെ ഭാഗമായാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ എല്ലാം തന്നെ ഈ കാലത്ത് ആധുനിക കാലത്ത് യുദ്ധ സംവിധാനങ്ങളിലും അത്തരത്തിലുള്ള ആധുനികവൽക്കരണങ്ങൾ വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ യുദ്ധ സംവിധാനങ്ങളിൽ എയർ ഡിഫൻസ് സംവിധാനങ്ങളിൽ ഏറെ സുപ്രധാനമാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആളില്ലാ വിമാനം ഉപയോഗിച്ചുള്ള യുദ്ധമുറകളെല്ലാം തന്നെ. നമുക്ക് ആ യുദ്ധമുറകളിൽ പല പ്രയോജനങ്ങളുണ്ട്. മനുഷ്യജീവൻ നഷ്ടമാകുന്നില്ല. അതുപോലെ തന്നെ കുറെ കൂടി കൃത്യതയാർന്ന യുദ്ധം സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യും. ചില സൂചനകളെല്ലാം തന്നെ, അതായത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഒരു ജനക്കൂട്ടത്തെ കാണുകയാണെങ്കിൽ ആ ജനക്കൂട്ടത്തിനെ ആക്രമണത്തിൽ വലിയ ആഘാതമേൽക്കാതെ മറ്റേതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ പവർ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർണായകമായ കേന്ദ്രങ്ങളിലോ ആക്രമണം നടത്തുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള നിരീക്ഷണം വരെ സാധ്യമാകുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് പലതവണ ആ പ്രദേശത്ത് ചുറ്റിക്കറങ്ങി ലൈറ്ററിംഗ് എന്ന് പറയുന്ന ആ സാങ്കേതികമായി കറങ്ങി തിരിഞ്ഞ് കൃത്യമായി എത്തി ഈ ആക്രമണം നടത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുക. അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന ഡ്രോൺ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ, അതായത് സോളാർ ഡിഫൻസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സോളാർ ഡിഫൻസ് ആൻഡ് അമ്യൂണിഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ആൻഡ് എക്യുപ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ പ്രായോഗികമായി നടക്കുന്ന ആ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള എയർഷിപ്പിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിന്റെ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിവിധ സംവിധാനങ്ങൾ കാണുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചില എയറോസ്പേസ് സംവിധാനങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഡ്രോണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകളിൽ നിന്നും കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി യുദ്ധസജ്ജമാക്കുന്നതിനുള്ള ക്യാമറകളുടെ എല്ലാം തന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള പല പ്രദർശനങ്ങളും അദ്ദേഹം കാണുകയാണ്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് വിവരങ്ങളായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പരിചയപ്പെടുത്തലാണ്, പ്രധാനമന്ത്രിയെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ശതാബ്ദിയിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് നാഗ്പൂരിൽ ഡോക്ടർ ജിയുടെ ഭവനത്തിനുള്ളത്. 1925 ഡോക്ടർ ജി സംഘം സ്ഥാപിക്കുന്നത് ഇവിടെ വെച്ചാണ്. നാഗ്പൂരിലെത്തുന്ന ഏതൊരു ദേശഭക്തനും മറക്കാതെ സന്ദർശിക്കുന്ന ഒരിടമായി ഈ ഭവനം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ സംഘത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപപ്പെടുന്നത്. ഏപ്രിൽ മാസം 1 ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജനനം. തീരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അനുശീലൻ സമിതിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതാവായി. തന്റെ 36-ാമത്തെ വയസ്സിലാണ് ഡോക്ടർ ജി രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നത്. സംഘസ്ഥാപകൻ ഡോക്ടർ ജി ആണെങ്കിലും രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കർ ആണെങ്കിലും ഇവരെല്ലാം ഉപാസകരായിരുന്നു. ഡോക്ടർ ജിയുടെ ഉപാസനാ മൂർത്തിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ ഉപാസനാ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. മഹാരാഷ്ട്രയുടെ തനത് പാരമ്പര്യത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഇത് മറ്റൊരു ചെറിയ ഹാളാണ്. ഇവിടെയാണ് സംഘത്തിന്റെ ബൈഠക്കുകൾ പലതും നടന്നിരുന്നത്. സംഘവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജി പല സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടതും ഈ മുറിയിൽ വെച്ചാണ്.
ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയൊരു ജനതയ്ക്ക് സ്വാഭിമാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ഡോക്ടർ ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുന്നത് ഈ മുറിയിൽ വെച്ചാണ്. ഇന്ന് സംഘം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നിരിക്കുന്നു. അന്ന് ഡോക്ടർ ജിക്കൊപ്പമുണ്ടായിരുന്ന 17 പേരുടെ പേരുകൾ ഈ മുറിയിൽ ഇപ്പോഴും എഴുതി വച്ചിട്ടുണ്ട്. അവരെല്ലാം സംഘത്തിൻ്റെ പ്രചാരകരായി. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘടനയെ വളർത്തുവാനായി അവരെ ഡോക്ടർ ജി അയച്ചു. ആയിരത്തി 1940 ജൂൺ മാസം 21-ന് ഡോക്ടർ ജി തൻ്റെ സുദീർഘമായ ഇഹലോകവാസം ഉപേക്ഷിച്ചു. എങ്കിലും ഭാരതത്തിലെ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ആവേശത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രേരണാ സ്രോതസ്സായി ഇപ്പോഴും ഡോക്ടർ ജി ജീവിക്കുന്നു. നാഗ്പൂരിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. തിരികെ വാർത്തകളിലേക്ക്. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചതോടെയാണ് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുന്നത്. മേഘ മധുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. എടപ്പാൾ സ്വദേശിയായ സഹപ്രവർത്തകൻ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നായിരുന്നു ആരോപണം. മരണസമയം മേഘയുടെ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കൂടാതെ മേഘ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടപ്പാളിലെ യുവാവിനെ ചോദ്യം ചെയ്യും. ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും. യുവാവുമായി ബന്ധിപ്പിക്കുന്ന മേഘയുടെ സുഹൃത്തുക്കളിൽ നിന്നും വിവരം ചോദിച്ചറിയും. മേഘ ആത്മഹത്യ ചെയ്യത്തക്ക വിധം മറ്റെന്തെങ്കിലും ഇടപെടലുകൾ യുവാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഇതിനായി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാനാണ് സാധ്യത. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ വിവരങ്ങളും സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും സൈബർ സെല്ലിൽ നിന്നും ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ പരിധിയിലെ ചാക്ക റെയിൽവേ സ്റ്റേഷന് സമീപത്തായി റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തിയത്. ജനം, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട അതിരുങ്കലിലെ മേഘയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത്. മേഘയുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, മേഘ മധുവിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളുമായി സുരേഷ് ഗോപി സംസാരിച്ചു. അദ്ദേഹം അന്വേഷണത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്? പത്തനംതിട്ട അതിരുങ്കലിലെ മേഘയുടെ വീട്ടിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. മേഘയുടെ പിതാവ് മധുസൂദനുമായി അദ്ദേഹം സംസാരിച്ചു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവുകയില്ല, അന്വേഷണത്തിന് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആശങ്കകൾ ആരാഞ്ഞു. കുടുംബം പലതരത്തിലുള്ള ആശങ്കകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകൾ ഒന്നും ഉണ്ടാകാതെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമെന്നും കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യമായ ഘട്ടമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുടുംബം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ മേഘയുടെ ആൺ സുഹൃത്തായിട്ടുള്ള മലപ്പുറം എടപ്പാൾ സ്വദേശി സുകാന്ത് സുരേഷിന്റെ ഇടപെടൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. ആരോപണ വിധേയനായ ഇയാളെ കണ്ടെത്തുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. കുടുംബം തുടക്കം മുതൽ തന്നെ സംശയം ഉന്നയിച്ച ഇയാളെ നിരീക്ഷണത്തിലാക്കാൻ പേട്ട പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇയാൾ ഒളിവിലേക്ക് പോകാൻ കാരണമായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലുള്ള ചില വീഴ്ചകളാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പങ്കുവയ്ക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോഴും ഈ മേഘയുടെ പിതാവ് കുടുംബം അറിയിക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങളിലെല്ലാം ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടാതെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര IBയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാതെ തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകും. അതിനുവേണ്ട എല്ലാ നടപടികളും എടുക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം, കുടുംബത്തിന്റെ ആശങ്കകളെല്ലാം കേട്ടതിന് ശേഷം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നത്.
ആരോപിച്ചിരിക്കുന്നത്. നിലവിൽ ഈ സുഗാന്ത് സുരേഷ് എന്ന മേഘയുടെ ആൺ സുഹൃത്തിനെതിരെ സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളാണ് മേഘയുടെ പിതാവ് ആരോപിച്ചിരിക്കുന്നത്. ഈ മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്ത് സുരേഷ് പണം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തെന്നും അത് ഫെബ്രുവരി മാസത്തിലെ പണമടക്കം മുഴുവൻ തുകയും മാറ്റിയെന്നും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും മരിക്കുന്ന ദിവസം 80 രൂപ മാത്രമാണ് മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങളാണ്, ഗുരുതര ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തി ആരോപിക്കുന്നത്. ഇയാളുടെ എടപ്പാളിലുള്ള വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് വഴിയൊരുക്കിയത് പോലീസ് തന്നെയാണെന്നാണ് മേഘയുടെ പിതാവ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം സംശയമുണ്ടെന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ പോലീസിനെ അറിയിച്ചതാണ്, പക്ഷേ നിരീക്ഷണത്തിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മേഘയുടെ പിതാവ് ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ വീഴ്ചകളും സംഭവിക്കാതെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നടപടികളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് അമിത്ഷാ കേന്ദ്രമന്ത്രി അടക്കം ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കുടുംബത്തിന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് KCBC. കേരളത്തിൽ നിന്നുള്ള MP-മാരോടാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന KCBCയുടെ ആവശ്യം. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടണമെന്നും കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ടാണ് KCBCയുടെ ഔദ്യോഗിക സർക്കുലർ. വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് കേരളത്തിൽ നിന്നുമുള്ള MP-മാർ വോട്ട് ചെയ്യണം. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതം കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടണം. മുനമ്പംകാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞെന്നിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണം എന്നിങ്ങനെയാണ് KCBC സർക്കുലറിലെ ആവശ്യം. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ, ബിഷപ്പ് അലക്സ് വടക്കുംതല എന്നിവർ ചേർന്നാണ് സർക്കുലർ ഇറക്കിയത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ വഖഫ് ഭേദഗതി ബില്ലിന്മേൽ കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യം മുനമ്പം തീരദേശ ജനതയും നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്നാൽ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിലൂടെ പ്രതിപക്ഷ MP-മാർ മുനമ്പം ജനതയെ വഞ്ചിക്കുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ജനം, കൊച്ചി. വഖഫ് ഭേദഗതിക്ക് അനുകൂലമായി കേരളത്തിൽ നിന്നുള്ള MP-മാർ വോട്ട് ചെയ്യണമെന്ന KCBC നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രിയങ്ക അടക്കമുള്ള കേരളത്തിലെ എല്ലാ MP-മാരും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് BJPയും അഭ്യർത്ഥിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു MP ആവുമ്പോഴോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോഴോ ഒരു പ്രവർത്തകരാകുമ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു എററോ ആ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് മാറ്റണം. അതല്ലേ അമെൻഡ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിനെ ഒരു മതം എൻ്റെ എഗെയിൻസ്റ്റായി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത്. അതിനെ ഈ അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സിൻ്റെ പ്രിസം കൂടെ നോക്കരുത്. ഇത് റിയൽ പീപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. മുനമ്പത്തിൽ ഇപ്പം ഞങ്ങളുടെ പ്രവർത്തകരൊന്നും അല്ലല്ലോ അതൊരു റിയൽ ഇഷ്യൂ ആണ്. ആ റിയൽ ഇഷ്യൂവിന് ഒരു റിയൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതാണ് KCBC പ്രസിഡന്റ് പറയുന്നത്. അത് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കലിൽ പോലീസിനെതിരെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി നിർദ്ദേശങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന് അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുൻസിഫ് കോടതിയിൽ SP നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. സ്ഥലത്തെ വൈദ്യുതി കണക്ഷനും കുടിവെള്ള കണക്ഷനും വിച്ഛേദിക്കാനും കോടതി നിർദ്ദേശം നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് 12 തവണ കുടിയൊഴിപ്പിക്കാൻ എത്തിയിട്ടും പ്രതിഷേധങ്ങളെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കാതെ കമ്മീഷൻ മടങ്ങിയിരുന്നു. ഏപ്രിൽ 4-ന് അഭിഭാഷക കമ്മീഷൻ വീണ്ടും മലയിടം തുരുത്തിൽ എത്തും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ബാങ്കിലെ പാർട്ടി അക്കൗണ്ടുകളിലെ ഇടപാടുകളിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുകളുണ്ടെന്ന് ED. കെട്ടിട നിർമ്മാണ ഫണ്ടുകൾക്കായി 5ാമത്തെ അക്കൗണ്ട് ബാങ്കിൽ തുറന്നത് K രാധാകൃഷ്ണൻ MP തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലോണുകൾ അനുവദിക്കാൻ പാർട്ടി രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളെക്കുറിച്ചും K രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഏപ്രിൽ 8-ന് ഹാജരാകാനാണ് സമൻസ്.
സഹകരണ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യക്തികൾക്ക് വായ്പകൾ അനുവദിക്കാൻ 2 കമ്മിറ്റികളാണ് CPM ഭരണസമിതിയുള്ള കരുവന്നൂർ ബാങ്കിന് പുറത്ത് രൂപീകരിച്ചിരുന്നത്. ഇതിൽ സബ് കമ്മിറ്റി CPM പ്രതിനിധികൾ മാത്രം ഉൾപ്പെട്ടതും പാർലമെന്ററി കമ്മിറ്റി മറ്റ് LDF കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയതുമാണ്. ഈ കമ്മിറ്റികളുടെ മിൻസ് എഴുതി സൂക്ഷിക്കുകയും സമാന്തര മിൻസ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതായും മൊഴിയുണ്ടായിരുന്നു. കരുവന്നൂർ ബാങ്കിൽ CPMന് 4 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന 2016-2018 കാലത്താണ് 5ാമതായി ഒരു അക്കൗണ്ട് കൂടി തുറന്നത്. ഇതിൽ 10 ലക്ഷം രൂപ എത്തുകയും ചെയ്തിരുന്നു. ഇതു സംബന്ധിച്ചെല്ലാമുള്ള വിശദാംശങ്ങളാണ് ED കെ രാധാകൃഷ്ണനിൽ നിന്ന് തേടാനൊരുങ്ങുന്നത്. രാധാകൃഷ്ണനിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ട നിരവധി മൊഴികൾ നേരത്തെ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളിലും പാർട്ടി ഇടപെട്ടിരുന്നു. മുൻ MPയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിന്റെ നേതൃത്വത്തിൽ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി തല അന്വേഷണം നടന്നപ്പോഴായിരുന്നു സമാന്തര മിൻസുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചത്. ഏപ്രിൽ 8-നാണ് കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിനെത്താൻ നിർദ്ദേശിച്ച് സമൻസ് നൽകിയിട്ടുള്ളത്. സ്വന്തം താൽപര്യക്കാർക്ക് വായ്പകൾ അനുവദിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളുടെ ഇടപെടലിലൂടെ വായ്പകൾ തരപ്പെടുത്തിയ ആളുകൾ, തിരിച്ചടവ് മുടക്കി അവർ ബാങ്കിന് വരുത്തിയ വലിയ തോതിലുള്ള ബാധ്യത, ഒപ്പം തന്നെ ഇതിൽ പാർട്ടിക്ക് സംഭാവന ഇനത്തിൽ ലഭിച്ച കമ്മീഷൻ, ഇവ സംബന്ധിച്ച് കൃത്യമായി തന്നെയുള്ള ഉത്തരങ്ങൾ കെ രാധാകൃഷ്ണൻ നൽകേണ്ടി വരും. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. കേന്ദ്ര ആയുഷ് മന്ത്രാലയം മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന യോഗ ഉത്സവ് 2025 തൃശൂർ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു. വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി. ആയുഷ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റിനി, യോഗ ഇൻസ്ട്രക്ടർ ശ്രീ രജീഷ്, ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ, ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 100 ദിവസം 100 നഗരങ്ങൾ 100 സ്ഥാപനങ്ങൾ എന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യോഗ പ്രദർശനം ആഘോഷിക്കുന്നത്. അടുത്തിടെ പോണ്ടിച്ചേരിയിൽ നടന്ന നാഷണൽ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത സിൽവർ മെഡൽ കരസ്ഥമാക്കിയ യോഗ താരം ശ്രീ ഷിബിൻ അവർകളെ പരിപാടിയിൽ ആദരിച്ചു. ജനം, തൃശൂർ. 1 മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. UAEയിലെ വിവിധ എമിററ്റുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് പലയിടത്തും നേതൃത്വം നൽകുന്നത്. ഷാർജയിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗദി അറേബ്യയിൽ ഷവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് റമദാനിലെ 29 നോമ്പുകൾ പൂർത്തിയാക്കി ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതേസമയം ഒമാനിൽ 30 നോമ്പ് പൂർത്തിയാക്കി തിങ്കളാഴ്ച പെരുന്നാൾ ആഘോഷിക്കും. UAEയിലെ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾക്ക് തുടക്കമായിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹുകൾക്ക് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് പലയിടത്തും നേതൃത്വം നൽകുന്നത്. രാവിലെ 6:15 മുതലാണ് UAEയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. ദുബായിൽ ഉടനീളമുള്ള 680-ലേറെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന രാവിലെ 6:30 ആരംഭിച്ചു. ഷാർജ, അജ്മാൻ, ഉമൽഗോൻ എന്നിവിടങ്ങളിൽ 6:28 അബുദാബിയിൽ രാവിലെ 6:33 പ്രാർത്ഥന ആരംഭിച്ചത്. മലയാളികളുടെ നേതൃത്വത്തിൽ ദുബായിലും ഷാർജയിലും അജ്മാനിലും ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നു. അതിൽ അജ്മാനിൽ ഇത്തവണ ആദ്യമായാണ് മലയാളികളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. ദുബായ് അൽഖുസ് അൽമനാർ ഇസ്ലാമിക് സെന്റർ ഈദ്ഗാഹിന് അബ്ദുൽ സലാം മോഹവും ഗിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപമുള്ള ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ്ഗാഹിന് ഹുസൈൻ കാക്കാട് നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയുള്ള പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുന്നത്. അജ്മാനിൽ അജ്മാൻ ഔസ്കാഫിലെ ഇമാമായ ഉസ്താദ് ജുനൈൻ ഇബ്രാഹിമാണ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടങ്ങളിലെല്ലാം സ്ത്രീകൾക്കും കുട്ടികൾക്കും നമസ്കാരത്തിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. അറബിക്, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകളിൽ പെരുന്നാൾ കുത്തുബ നടന്നു. കൂടുതൽ വിദേശ ഭാഷകൾ ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ അനുമതി ലഭിച്ചത് ദുബായിലാണ്. ഇതര എമിറേറ്റുകളിലെ ഭൂരിഭാഗം പള്ളികളിലും അറബിക്കിലാണ് കുത്തുബ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആശംസകൾ കൈമാറിയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുമായിരിക്കും വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങുക. UAE നിവാസികൾക്ക് ആഘോഷിക്കാൻ 4 ദിവസത്തെ അവധിയാണ് ഗവൺമെന്റ് അനുവദിച്ചിരുന്നത്. ഷവ്വാൽ 1 മുതൽ 3 വരെയാണ് UAEയിൽ പെരുന്നാൾ അവധി.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത വിദ്യാർത്ഥികൾക്കായി മലബാർ ഗ്രൂപ്പ് ടി സിദ്ദിഖ് MLA കെയർ പദ്ധതിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഉയിർപ്പ് പദ്ധതി പ്രിയങ്ക MP ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. 134 വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന് ദുരന്തബാധിതരായ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ഉയർപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കും. 2 കോടി രൂപയാണ് പദ്ധതിക്കായി മലബാർ ഗ്രൂപ്പ് നീക്കിവച്ചത്. ഇതിനോടകം 63.5 ലക്ഷം രൂപ ചെലവാക്കി. കോഴ്സുകൾ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുന്നതിനായി പ്ലേസ്മെന്റ് സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളും 64 ആൺകുട്ടികളുമാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. മെഡിക്കൽ കോഴ്സുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ, ഏവിയേഷൻ, എഞ്ചിനീയറിംഗ്, ടീച്ചിംഗ് തുടങ്ങിയവ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇക്കൂട്ടത്തിലുണ്ട്. മുൻ MP MV ശ്രേയാംസ് കുമാർ, MLA AP അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ AP അഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, വയനാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.